ഒമാനിലെ സലാലയിൽ ഖരീഫ് എന്ന മഴക്കാലത്തിന് തുടക്കമായി. ഇനി 3 മാസം ഇവിടെ മഴക്കാലമാണ്. മറ്റ് GCC പ്രദേശങ്ങളിൽ കനത്ത ചൂടിൽ വെന്തുരുകുമ്പോഴാണ് സലാല ഖരീഫിനെ വരവേൽക്കാനൊരുങ്ങുന്നത്. ജൂൺ 21 ആരംഭിച്ച് സെപ്റ്റംബർ 20 അവസാനിക്കുന്ന മഴക്കാലത്തിന് ദോഫാറിൽ തുടക്കമായി. വിദൂര ജബൽ ഭാഗങ്ങളിൽ മാത്രമാണ് നേരിയ മഴ ആരംഭിച്ചത്. നഗരപ്രദേശങ്ങളിലേക്ക് വൈകാതെ മഴ എത്തിയേക്കും. കനത്ത ചൂടിൽ നിന്ന് ശമനം തേടി മഴയുടെ വൈബാസ്വദിക്കാൻ സ്വദേശി കുടുംബങ്ങൾ വൈകുന്നേരങ്ങളിൽ ജബലുകളിലാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി കൂടുതൽ സന്ദർശകർ എത്തുമെന്നാണ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ഖരീഫിനെത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കാനുള്ള വിപുലീകരണ ജോലികൾ അവസാനത്തിലാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത്. മുക്സൈൽ പാലം വൈകാതെ തുറന്നേക്കും. വിവിധ ഗൾഫ് നഗരങ്ങളിൽ നിന്ന് പ്രമുഖ വിമാന കമ്പനികൾ സലാലയിലേക്ക് പ്രത്യേക സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യത്തെ ഖരീഫ് ദോഫാർ മുനിസിപ്പാലിറ്റി വളരെ കളർഫുള്ളാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് AI റിലേറ്റഡ് ആയിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരെന്ന നിലക്ക് നമുക്ക് സന്തോഷം തരുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു 35ഓളം ആളുകൾ, കലാകാരന്മാർ ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യൻ ഗ്രൂപ്പ് ഏകദേശം ഒരു 10-25 ദിവസം ഇവിടെ പെർഫോം ചെയ്യുന്നു. നാട്ടിലെ മൺസൂൺ കാലം ഓർമ്മ മാത്രമായ പ്രവാസി മലയാളികൾക്ക് സലാലയിലെ ഖരീഫ് കാലം കുളിരണിയിക്കുന്ന ഓർമ്മയാണ് സമ്മാനിക്കുക. മേഖലയിലെ സംഘർഷത്തിന് അറുതി വന്നത് വലിയ ആശ്വാസം തന്നെ. നല്ല മഴ കൂടി ലഭിച്ചാൽ ഇക്കുറി ഖരീഫ് ദോഫാർ കേമമാകുമെന്നാണ് പ്രതീക്ഷ. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം KS സലാഹുദ്ദീൻ, മീഡിയ 1, സലാല.